നമസ്കാരം. എന്തല്ല അപ്പം ഈദ് കഴിഞ്ഞ് നോമ്പെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ രീതിയിലായിക്കണ്. അപ്പോൾ ഷിങ്കുവിൻ്റെ അവിടുത്തെ പെരുന്നാൾ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് 2-3 പേര് കമൻറ്റ് ഇട്ടായിരുന്നു. ഷിങ്കു വീഡിയോ അയച്ചു തന്നായിരുന്നു. തിരക്ക് കാരണം എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയില്ല. ഒരു 2-3 മിനിറ്റേ ഉള്ളൂ കേട്ടോ, വേറെ കുറേ ഒന്നുമില്ല. ഷിങ്കുവിൻ്റെ ഉണ്ട്. ഷിങ്കു പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പെരുന്നാൾ ആഘോഷം? എന്റെ പെരുന്നാൾ ആഘോഷം ഐഷ വന്നിരുന്നു, ഞാനും ഐഷ സുബാന ആഘോഷിച്ചു. പിന്നെ മാത്രല്ല ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് കൊടുത്ത് അതൊന്നും ഇടൂല. പിന്നെ എന്റെ വീട്ടുകാര് നോമ്പ് ഉറക്കണ വീഡിയോ എടുത്ത് അതും ഇട്ടില്ല ഇതുവരെ. തിരക്ക് കാരണവും സംഭവിച്ചതാണ് ഗൈസ്. അതിൽ കൂടെ ആഡ് ചെയ്തോ മാക്സിമം നോക്കാം ഗൈസ്, മാക്സിമം. അപ്പോൾ ഷിങ്കുവിൻ്റെ പെരുന്നാൾ ആഘോഷം നമുക്ക് ഇതിന് ശേഷം ഇടാം. ഇതെന്താ വെച്ചാണോ, ഇവളയച്ച വീഡിയോ ആദ്യം ഞാൻ ഡൗൺലോഡ് ചെയ്യണം. 1.5-2 GB ഉണ്ടാവും. ഇതൊക്കെ മറന്നു പോവാണ് ഗൈസ്. അപ്പോൾ ഇല്ലല്ലോ ഗൈസ്. വേറൊരു സൂത്രം കാണിച്ചു തരാം. ഒരാൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറും 42 മിനിറ്റും 41 സെക്കൻഡും ആയിട്ടേ ഉള്ളൂ. വെറും 8 മണി. അപ്പം ഇന്നലെ ഞാനിവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നാഗ സ്മോക്കഡ് ഗ്രില്ലിൻ്റെ ഒക്കെ ഇത്. അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഇന്നിപ്പം ഷിങ്കുവിൻ്റെ അവിടുത്തെ പെരുന്നാൾ ആഘോഷം. ഷിങ്കു ആദ്യമായിട്ടാണ് ഇന്ന് ഷിങ്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിങ്കു ആദ്യമായിട്ട് ഒരു വെറൈറ്റി ഡ്രസ്സ് ഇട്ടു. ആ ഡ്രസ്സിന്റെ പേരെന്താ? ഷിങ്കുവിന്റെ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിലുള്ള പരാതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടുത്തെ കുടുംബക്കാരെല്ലാരും പറഞ്ഞത് ഷിങ്കു കോഡ് സെറ്റ്, ഒരു മിനിറ്റ് കേക്കട്ടെ, ഷിങ്കു കോഡ് സെറ്റ് എന്ന് പറഞ്ഞ ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ, വേറെ ഒന്നും ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഗൗൺ എന്ന് പറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതാ ഒരാൾ ഒളിഞ്ഞു നോക്കണം, അവിടെ നിന്ന് വീഡിയോയിൽ കാണാം ഒളിഞ്ഞു നോക്കണത്. പിന്നെ ഗൗണ് എന്ന് പറഞ്ഞ ഡ്രസ്സാണ് ഇട്ടത്. അപ്പം നല്ല രസമുണ്ട് എന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം എല്ലാ കുടുംബക്കാരും പറഞ്ഞു. അപ്പം ഇന്ന് പിന്നെ ഫോട്ടോയിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചെറിയ പൂച്ചക്കുട്ടിയായിരുന്ന ഷിങ്കു ഇപ്പൊ വലിയ പൂച്ചക്കുട്ടി ആയിക്കണ്, തടിച്ച് ഗുണ്ടു ആയിക്കണ്. എല്ലാ നോമ്പും കൃത്യമായി എടുത്തുകൊണ്ടായിരിക്കും അല്ലേ ഷിങ്കു? അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഡയറ്റ് ആരംഭിച്ചിരിക്കുന്നു എൻ്റെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കള്ള നോമ്പ് എടുക്കുന്നവരാണ് തടി കൂടാറ്. അല്ല, ചിലര് അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചാ. ചിലര് തടി കുറയും, ചിലര് തടി കൂടും. അങ്ങനെയാ. അത് കാരണം എന്ന് വെച്ചാൽ 6 മണിക്ക് ശേഷം ഇങ്ങനെ തിന്നോണ്ടിരിക്കല്ലോ നിർത്താണ്ട്. അപ്പൊ അതൊക്കെയാണ് റീസൺ. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇപ്പൊ ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞുതരാം. ഇത്ര ഇതിടണോ? 1 ഇട്ടാ പോരെ? ഹലോ ഗൈസ്, വെൽക്കം ടു യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളെ സ്വന്തം ഷിങ്കു, നമ്മളെ ഐശുമ്മ. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്, നിങ്ങളെ വെറുപ്പിക്കാൻ. ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ ഇന്ന് ഇവിടെ പെരുന്നാളാണ്. പെരുന്നാൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ ഇതേ സമയം 6 മണി ആയിട്ടോ. അപ്പം 6:45. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഇപ്പോഴാണ് ഒന്ന് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇതായത്. അപ്പൊ ഇറങ്ങി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് ഓക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാം നമ്മളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂമും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമ്മളുടെ റഷ്യന്റെ അവസ്ഥ കാണിച്ചുതരാം. ഇവിടെ സമ്മർ, വിന്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞ് സമ്മർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ നമ്മളുടെ ബാൽക്കണിയിലാട്ടോ. ഓക്കെ, നമുക്കിന്ന് നമ്മൾ റൂമിൽ പോയിട്ട് ഞങ്ങളെ എന്താ പറയാ,
ഫുഡ് ഐറ്റംസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇതുണ്ട് എൻ്റെ കോസ്റ്റ്യൂം. കാണാൻ വയ്യ ഇവിടെ ഭയങ്കര വെട്ടം. വിളിച്ചില്ല. ഓക്കെ, ഞാൻ ഐശ്വര്യ നമ്മളിന്ന് ഫുഡിൻ്റെ ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി, പിന്നെ ഇത് സുബാൻ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ, പിന്നെ ഇത് കസ്റ്റാർഡ്. ഓക്കെ, ഇതിന്റെ തീർന്ന് കസ്റ്റാർഡ് മൊത്തം ഞാനാ തീർത്ത്. അപ്പൊ അങ്ങനെ 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 അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. ചിലപ്പോ ഇത് യാസിൻക്ക് അവരുടെ ഇതിന്റെ വീഡിയോ ക്ലിപ്പില് ആഡ് ചെയ്യും. അപ്പം എല്ലാവരും എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈദും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. നമ്മളുടെ ഈദ് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ കമന്റിൽ കൂടെ അറിയിക്കാം എങ്ങനെയുണ്ട് ഈദ്, പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം, സുഖമാണോ അങ്ങനെയൊക്കെ എല്ലാം അറിയിക്കാം. ഒത്തിരി നാളായില്ലേ സംസാരിച്ചിട്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് കഴിയാറായി, ഗ്രാജുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ബ്ലോഗ്സൊക്കെ ഇനി മുന്നോട്ടായിട്ട് ചിലവ് കാണാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പം എല്ലാവർക്കും നമ്മളെ എൻ്റെ അശുമാൻ്റെ വക ഇതും അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ വക ഈദ് മുബാറക് ഫ്രം റഷ്യ. ബൈ. സോ ഗൈസ്, ഉമ്മ പറയട്ടെ എങ്ങനെയുണ്ടായിരുന്നു പുതിയ ശിങ്കുവിന്റെ പെരുന്നാൾ ഡ്രസ്? നല്ല സൂപ്പർ ആക്കി ശിങ്കു. നല്ല രസമുണ്ട്, കാരണം അവളങ്ങനത്തെ ഡ്രസ് ഇടാത്തല്ല, നല്ലൊരു വെറൈറ്റി ആയി. പക്ഷെ ഫുള്ളൊന്നും കണ്ടിക്കില്ല, എന്ത് ഡ്രസ്സിന്റെ ഫുള്ളൊന്നും അവള് ഫോട്ടോ എടുക്കില്ലല്ലോ. ഇട്ടല്ലോ ഇല്ല, അവള് ഹാഫ് മാത്രം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. എന്റെ ഉണ്ട് ഫുള്ള്. എന്നപ്പോ വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോയിൽ കാണാം എന്റെ ഡ്രസ്. ഇവള് വന്നിട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടിക്കണം നമുക്ക്. കേട്ടോ ശിങ്കു? അയ്യോ, ഹലോ. എന്താ ഭക്ഷണം കഴിച്ചിട്ട്? ശരി ശരി എന്നാല്. സോ ഗൈസ്, ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. അപ്പം ശിങ്കുവിന്റെ പെരുന്നാൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബൈ പറയും.